അഹോയ് ഗൈസ്, ഇന്ന് നമ്മൾ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി ട്രെനോയിലോട്ടാണ് പോകുന്നത്. എന്തോ TRCയുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രസ്സും വലിച്ചു കയറ്റി താഴോട്ട് പോയി. ഗൂഗിളിൽ വെതർ നോക്കിയപ്പോഴത്തെ 9 ഡിഗ്രിയാണ് കാണിക്കുന്നത്. വലിയ തണുപ്പില്ലെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോഴത്തേക്കും മഴ പൊടിക്കുന്നു. പിന്നെ നമ്മൾ ജാക്കറ്റൊക്കെ വലിച്ച് കയറ്റി കുടയും പിടിച്ച് നടക്കാൻ തുടങ്ങി. കാണുന്ന പോലെയല്ല ഗൈസ്, നല്ല തണുപ്പുണ്ട്. സമയം ഇപ്പോൾ 6 മണി. 2 ബസ് കയറി വേണം ട്രെനോയിലോട്ടെത്താൻ. അങ്ങനെ ബസ് വന്ന് നമ്മൾ അതിലോട്ട് ചാടിക്കയറി നേരെ അതിൽ കാണുന്ന മെഷീനിൽ കോയിനിട്ട് ടിക്കറ്റ് എടുത്തു. ഇവിടെ ടിക്കറ്റ് നിരക്ക് അവേഴ്സിനനുസരിച്ചാണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂറിന് €4.80 അതായത് ഒരാൾക്ക് €2.40 വീതം. ബസ്സിൽ കയറി ഈ ടിക്കറ്റ് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഏത് ബസ്സിൽ വേണം ഈ ടിക്കറ്റ് യൂസ് ചെയ്ത് യാത്ര ചെയ്യാവുന്നതാണ്. ഈ സെയിം ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാമിൽ യാത്ര ചെയ്യാവുന്നതാണ്. നമ്മളോടത്തെ മെട്രോ പോലത്തെ ഒരു ഐറ്റം. ഈ ബസ് സെനക്സ് വരെ ഉള്ളൂ. അവിടെയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടെ ഇറങ്ങി നമ്മൾ ട്രെനോയിലോട്ട് വേറെ ബസ് കയറണം. അങ്ങനെ നമ്മൾ സെനക്സിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെനോയിലോട്ടുള്ള ബസ് വന്നു. 666 നമ്പറാണ് ട്രെനോയിലോട്ടുള്ള ബസ്. ബസ്സിന്റെ നമ്പർ, ബസ്സിന്റെ സ്റ്റോപ്പുകളെല്ലാം ബസ് സ്റ്റോപ്പിൽ ബോർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമായിരുന്നു. നമുക്കിറങ്ങാനുള്ളത് ലാസ്റ്റ് സ്റ്റോപ്പിലാണ്. അങ്ങനെ ബസ് വന്ന് ബസ്സിലോട്ട് ചാടിക്കയറി നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് നേരെ സീറ്റിലോട്ട് കയറിയിരുന്നു. ഞങ്ങൾ നിൽക്കുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. പക്ഷേ ട്രെനോയിലോട്ട് പോകുന്ന വഴികളെല്ലാം നല്ല കാഴ്ചകൾ നിറഞ്ഞതായിരുന്നു. വില്ലേജിൻ്റെ ഇടയിലൂടെ പോകുന്ന ബസ്. 2 സൈഡുകളിലായി അടിപൊളി വീടുകൾ, ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ, മതിലുകളിലായി പടർന്നു കിടക്കുന്ന പൂക്കൾ. സുഹൃത്തുക്കളെ, എന്താണിത്? അതിമനോഹരമായ വീടുകൾ, പൂക്കൾ, റോഡുകൾ, ഒരു മിനി പാരഡൈസ് പോലെ തോന്നി. കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ഒരു വീട് മേടിക്കും. ഏതോ സിനിമയിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കായിരുന്നു. ഇവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, ഓസ്ട്രേലിയ ഓട്ടം സീസൺ, പിന്നെ വിൻ്റർ മാർക്കറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബസ്സിനകത്തിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ട്രെനോയിലോട്ടെത്തി. ഇവിടുന്ന് കുറച്ച് നടന്നു വേണം നമ്മുടെ ഓഫീസിലോട്ട് പോകാൻ. ഓഫീസിലോട്ട് പോകുന്ന വഴിയും അതിമനോഹരമായിരുന്നു കാണാൻ. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പൊതുവേ സീബ്ര ലൈനുകളിൽ നിൽക്കുന്നത് കണ്ടാൽ ഇവിടെ ഉള്ളവർ വണ്ടി നിർത്തി തരും. നമുക്കാണ് പ്രയോറിറ്റി കൂടുതൽ. പിന്നെ ഇത് ഹൈവേ ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന ബട്ടൺ ടാപ്പ് ചെയ്ത് നമ്മുടെ സിഗ്നൽ വീഴാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഗ്രീൻ സിഗ്നൽ ആയാൽ നമുക്ക് മുന്നോട്ട് നടക്കാം. അങ്ങനെ നമ്മുടെ സിഗ്നലൊക്കെ വീണ് നമ്മൾ നേരെ നടക്കാൻ തുടങ്ങി. ഇവിടുത്തെ ഏതോ ബാങ്ക് ആണെന്ന് തോന്നുന്നു. ഇതാണ് സ്ലോവാക്യം കൂടി, മറ്റേതേതാണോ എന്തോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തന്നെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ നേരെ നമ്മൾ ഓഫീസിലെത്തി. അവിടുത്തെ സ്റ്റാഫ് നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ആദ്യം കണ്ടപ്പോൾ മെഡിസെൻറ്ററും പ്ലസിൻ്റെ ചിഹ്നമൊക്കെ കണ്ടപ്പോൾ കരുതി ഇതാണ് ഹോസ്പിറ്റലെന്ന്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ചേച്ചി പോയി ടോക്കണൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്തു. മെഡിക്കൽ ടെസ്റ്റായിട്ട് ഇവിടെ ചെയ്യുന്നത് ബ്ലഡ്, മൂത്രം, സ്റ്റൂള്, പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ എക്സ്റേ. ആകെ ശരീരത്തിൽ 2 തുള്ളി രക്തമുണ്ടായിരുന്നു. അതും ഊറ്റിയെടുത്തു. നമ്മുടെ കൂടെ മെഡിക്കൽ ടെസ്റ്റിന് റഷ്യയിൽ നിന്നുള്ളൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു. പേര് ചോദിച്ചപ്പോൾ ഐസ് എന്നാണ് പറയുന്നത്. റഷ്യനൊന്നും നമുക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോയി കുത്തിപ്പിരുത്ത് അവളുമായിട്ട് കമ്പനിയായി. പിന്നെ നമുക്ക് അവൾ ആപ്പിളൊക്കെ തന്നതൊക്കെ കഴിച്ച് നമ്മൾ നേരെ റൂമിലോട്ടെത്തി. അപ്പോൾ ഇതിൻ്റെ ബാക്കി TRC കളക്ട് ചെയ്യുന്ന വീഡിയോയും അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. BLS ഡേറ്റിൻ്റെ അപ്ഡേറ്റ് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പം ഡോ ബ്രെഡ് ആൻഡ് ഗൈസ്.